ഞാൻ നിന്നെ കുറെ വിളിച്ചു പക്ഷെ കിട്ടിയില്ല. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് എങ്ങനെയാ പറയേണ്ടത്? ഐ ട്രൈഡ് കോളിംഗ് യു ബട്ട് കുഡിൻ റീച്ച് യു. പറയാ ഐ ട്രൈഡ് കോളിംഗ് യു ബട്ട് കുഡിൻ റീച്ച് യു. മനസ്സിലായോ? അത് ശരിക്കും സേവ് ചെയ്ത് വെച്ചോ, എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ എപ്പോഴേലും ആരെയൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതെങ്ങനെ പറയും? ഓക്കെ, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് എങ്ങനെ പറയാ? ഐ കുഡിൻ റീച്ച് ഹെർ. ഐ കുഡിൻ റീച്ച് ഹെർ. ഐ കുഡിൻ റീച്ച് ഹെർ. മനസ്സിലായോ? അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം, ഇപ്പോ എന്റെ അന്വേഷണം പറയണം, അതെങ്ങനെ പറയാം? അതിനു മുമ്പ് വേറൊരു കാര്യം, ഇപ്പൊ ഞാൻ അവൾ ഫോൺ എടുക്കുന്നില്ല എങ്ങനെ പറയാം? ഞാൻ കുറെ വിളിച്ചു, അവൾ ഫോൺ എടുക്കുന്നില്ല. ഷീ ഈസ് നോട്ട് പിക്കിംഗ് അപ്പ് ദ കോൾ. ഷീ ഈസ് നോട്ട് പിക്കിംഗ് അപ്പ് ദ കോൾ. അങ്ങനെയാണ് പറയാം. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞത് കൺവേ മൈ റിഗാർഡ്സ്, അതായത് എന്റെ അന്വേഷണം പറയട്ടോ, അമ്മയോട് അന്വേഷണം പറയട്ടോ എന്നൊക്കെ പറയില്ലേ? അപ്പൊ കൺവേ മൈ റിഗാർഡ്സ് അങ്ങനെ പറയാം. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ മോം, അല്ലെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ് ടു ഷഫീൽ, അങ്ങനെയൊക്കെ പറയാം. അന്വേഷണം പറയുക എന്നുണ്ടെങ്കിൽ കൺവേ മൈ റിഗാർഡ്സ്. തും എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കൺവേ മൈ റിഗാർഡ്സ്. കൺവേ മൈ റിഗാർഡ്സ് ടു മനോജ്. മനോജിനോട് അന്വേഷണം പറയണം. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം വളരെ ഉപകാരപ്പെടുന്നല്ലേ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നല്ലേ. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ്. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഫ്രീ ആകുന്ന ഏതെങ്കിലും ഒരു 10-40 മിനിറ്റ് അത്ര മതി. ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് വേറെ ആരും അറിയില്ല. നിങ്ങളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങൾ ലാംഗ്വേജ് സെറ്റ് ആക്കും. കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്ന വളരെ ചെറിയ ഫീ ആണ്. മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ട് കാണാം.